സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്നതിൽ 2 സ്കൂളുകളെ വിലക്കിയ നടപടി സർക്കാർ പിൻവലിക്കും. തിരുനാവായ നാവാമുകുന്ദ, കോതമംഗലം മാർ ബേസിൽ സ്കൂളുകളുടെ വിലക്ക് പിൻവലിച്ചുള്ള ഉത്തരവ് ഒരാഴ്ചയ്ക്കകം ഇറങ്ങും. സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിൽ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്നും, സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവൻ ചേരും. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്കാണ്. അലക്സ്, വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സർക്കാർ തീരുമാനവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ എന്താണ് സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്? സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങ് അലങ്കോലപ്പെട്ടതിനെ തുടർന്നാണ് ഈ നാവാമുകുന്ദ സ്കൂളിനും കോതമംഗലം മാർ ബേസിൽ സ്കൂളിനും അടുത്ത വർഷത്തെ കായികമേളയിൽ, അത് ഒളിമ്പിക് മാതൃകയിൽ നടത്തുന്ന കായികമേളയിൽ പങ്കെടുക്കുന്നതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയത്. ഇതിൽ വിവിധ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, ഒപ്പം സ്കൂൾ ഒക്കെയായി വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടിരുന്നു. അതിൽ തന്നെ അവർ രേഖാമൂലം, ഈ സ്കൂൾ അധികൃതർ രേഖാമൂലം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അത് പുനഃപരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി അടക്കം നിർദ്ദേശം നൽകിയിരുന്നതായി വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ട്. കോതമംഗലം എം.എൽ.എ ആന്റണി ജോണാണ് സബ്മിഷനായി ഈ വിഷയം കൊണ്ടുവന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അടുത്ത വർഷത്തെ കായികമേളയിൽ പങ്കെടുക്കുന്നതിന് ഈ സ്കൂളുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കും എന്നുള്ളതാണ്. ആ ഉത്തരവ് പിൻവലിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവ് ഒരാഴ്ചയ്ക്കകം ഇറങ്ങും എന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ അലങ്കോലപ്പെടുത്തലിന് നേതൃത്വം നൽകിയ അധ്യാപകർക്കെതിരെ ഉള്ള നടപടിയുമായി ബന്ധപ്പെട്ടാണ്. കാരണം അധ്യാപകർ ഇതുവരെയും ഒരു രേഖാമൂലമുള്ള ഒരു മറുപടി ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയിട്ടില്ല. ഇതിലൊരു അന്വേഷണ കമ്മീഷനെ വിദ്യാഭ്യാസ വകുപ്പ് വെച്ചിട്ടുണ്ട്. ആ അന്വേഷണ കമ്മീഷൻ സൂചിപ്പിച്ചിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത അധ്യാപകർ അവർക്കുണ്ടായ വീഴ്ച സംഭവിച്ചിടത്തോളം രേഖാമൂലം ഒരു അപേക്ഷയും നൽകിയിട്ടില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ ഈ നാവാമുകുന്ദ സ്കൂളിന്റെയും മാർ ബേസിൽ സ്കൂളിന്റെയും അപേക്ഷയുടെ അടിസ്ഥാനത്തിലും അധ്യാപകരുടെ വീഴ്ച പരിശോധിക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണെന്ന് മന്ത്രി വ്യക്തമാക്കിയത്. പ്രിൻസിപ്പൽ സെക്രട്ടറി റിപ്പോർട്ട് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ അധ്യാപകർക്കെതിരായ നടപടിയെ സംബന്ധിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 2 സ്കൂളുകൾക്കും ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കുന്നു. അതേസമയം അധ്യാപകർക്കെതിരായ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് വരണം. ആ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമായിരിക്കും അതിൽ പരിഹാരം ഉണ്ടാവുക. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അനിൽ വാസുദേവ് കൂടി ചേരുന്നുണ്ട്. അനിൽ, അന്ന് അവിടെ ഉണ്ടായ വലിയ പ്രതിഷേധങ്ങൾ, അതിന് തൊട്ടു പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ച നടപടിയായിരുന്നു. സ്കൂളുകൾ പലവട്ടം ഇക്കാര്യത്തിൽ ഈ നടപടി പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതാണ്. ഇപ്പോൾ ആ ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നു. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അനിൽ? ഉന്മേഷ, സ്കൂളുകൾക്ക്, മികച്ച സ്കൂളുകൾക്ക് നൽകുന്ന പുരസ്കാരത്തിൻ്റെ കാര്യത്തിലാണ് അന്ന് ഈ വലിയ തർക്കമുണ്ടായത്. അതായത് ഐഡിയൽ കടകശ്ശേരിയാണ് 1ാം സ്ഥാനത്തെത്തിയത്. പക്ഷേ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന നാവാമുകുന്ദ സ്കൂളിനെയും 3ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന മാർ ബേസിലിനെയും ഒഴിവാക്കി. അതിലാണ് ഒരു അട്ടിമറി നടന്നു എന്നുള്ളതാണ്. വളരെ അപ്രതീക്ഷിതമായി അതുവരെ ഉണ്ടായിരുന്ന പോയിന്റ് ടേബിളിൽ നിന്ന് വ്യത്യസ്തമായി പുരസ്കാരം പ്രഖ്യാപിക്കുന്ന സമയത്താണ് പെട്ടെന്ന് GV രാജ തിരുവനന്തപുരം സ്കൂളിന് 2ാം സ്ഥാനം നൽകിയത്. അതോടുകൂടി 2ാം സ്ഥാനത്തുണ്ടായിരുന്ന നാവാമുകുന്ദ സ്കൂൾ 3ാം സ്ഥാനത്തേക്ക് ആവുകയും ഒപ്പം തന്നെ 3ാം സ്ഥാനത്തായിരുന്ന മാർ ബേസിലിന് പുരസ്കാരം കിട്ടാത്ത അവസ്ഥയും വന്നു. ഇതോടുകൂടിയാണ് ഈ 2 സ്കൂളുകളെയും കുട്ടികളും കായിക അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ വലിയ പ്രതിഷേധത്തിലേക്ക് പോയത്. അത് പോലീസുമായുള്ള ഉന്തും തള്ളലിലേക്കും ഒക്കെ തന്നെ പോയി. വിദ്യാർത്ഥികളെ മർദ്ദിച്ചു എന്നടക്കമുള്ള പരാതികൾ അന്നുണ്ടായിരുന്നു. ഈ പരിപാടി അലങ്കോലമാക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഈ 2 സ്കൂളുകൾക്കുമെതിരെ 1 വർഷത്തെ വിലക്ക് അന്ന് കായിക മന്ത്രി ഒക്കെ തന്നെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് നൽകിയത്. വലിയ പ്രതിഷേധമാണ് വിവിധ കോണുകളിൽ നിന്നുണ്ടായത്. വിദ്യാർത്ഥികളിൽ നിന്ന് മാത്രമല്ല, മുൻകാല കായിക താരങ്ങൾ, ദ്രോണാചാര്യ പുരസ്കാരം നേടിയിട്ടുള്ള ആളുകളടക്കം, തോമസ് മാഷ് അടക്കമുള്ള ആളുകളടക്കം ഈ തീരുമാനത്തിനെതിരെ ശക്തമായി പ്രതിഷേധവുമായി വന്നു. അന്ന് 24 പുറത്തുവിട്ടതാണ് ഇതിന് പിന്നിൽ ഈ പുരസ്കാര നിർണയത്തിൽ, അല്ലെങ്കിൽ പുരസ്കാരം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ അട്ടിമറി ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ. എന്തായാലും അതിനകത്ത് ഇപ്പോൾ സർക്കാരിന് ഒരു വീണ്ടും വിചാരം ഉണ്ടായിരിക്കുന്നു. ഇല്ലെങ്കിൽ സർക്കാർ ഇപ്പോൾ പറയുന്നത് പ്രതിഷേധത്തിന് ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് പറയുമെങ്കിൽ പോലും സർക്കാർ തന്നെ ആ തീരുമാനത്തിൽ നിന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അടുത്ത മേളയിൽ അടക്കം ഇതിൻ്റെ നിറം കെടുത്തുന്ന തരത്തിലായിരിക്കും ഈ തീരുമാനം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എന്തായാലും ഈ തീരുമാനം 2 സ്കൂളുകൾക്ക് മാത്രമല്ല, കേരളത്തിലെ കായിക മേഖലയ്ക്ക് തന്നെ ആശ്വാസവും ഒപ്പം തന്നെ ഒരു അഭിമാന നേട്ടവുമാണ്. പ്രതിഷേധങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഈ ഒരു ഇവൻറ്റുകൾ, അല്ലെങ്കിൽ അതിന് കൂടി അവകാശമുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുകയും വേണം എന്നുള്ളതാണ് കാര്യം. എന്തായാലും ആശ്വാസകരമാണ്. ഒരാഴ്ചക്കകം ഉത്തരവിറങ്ങും എന്നാണ് പറയുന്നത്. ഉത്തരവിറങ്ങുന്നതിനൊപ്പം തന്നെ ഈ അധ്യാപകരുടെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. അവരുടെ കാര്യത്തിൽ അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ആ ഉത്തരവ് കിട്ടിയ ശേഷം മാത്രമാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തൂ എന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. എന്തായാലും അതിലും അധ്യാപകർക്ക് കൂടി ആശ്വാസകരമായ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു നിമിഷം, ഇപ്പോൾ തിരുനാവായ നാവാമുകുന്ദ സ്കൂളിലെ കായിക അധ്യാപകൻ ശ്രീ വിജീഷ് അദ്ദേഹം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ വിജീഷ്, ഒടുവിൽ ആ തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ എത്തുകയാണ്, എങ്ങനെ പ്രതികരിക്കുന്നു?
തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സന്തോഷകരമായ വാർത്തയാണ്. കുട്ടികൾക്ക് അടുത്ത വർഷം മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഞങ്ങളുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഡിസിഷനോട് വളരെ അനുഭാവപൂർവ്വമായിട്ട് പ്രതികരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കായികാധ്യാപകർക്കെതിരെ നടപടികളുടെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. കായികാധ്യാപകർ മനഃപൂർവ്വമായിട്ട് കുട്ടികളെ പ്രൊലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അത് മേളയുടെ സമാപനത്തിന് തടസ്സപ്പെടുത്താൻ വേണ്ടിയോ യാതൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തിയിട്ടില്ല. സ്വാഭാവികമായ ആ സമയത്തുണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ വികാര പ്രകടനം കുട്ടികൾ നടത്തുകയാണുണ്ടായി. അതിന് അധ്യാപകരുടെ ഭാഗമല്ല, ഒരു കാരണവശാലും അധ്യാപകരുടെ ഭാഗത്തേക്ക് നടപടി ഉണ്ടാവരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശരി, നന്ദി ശ്രീ വിജീഷ്. അദ്ദേഹം കായിക അധ്യാപകനാണ്. നാവാമുകുന്ദ സ്കൂളിലെ അദ്ദേഹം തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ്. പ്രതികരണം അറിയിച്ചതിന് നന്ദി. നേരത്തെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അനിൽ വാസുദേവും അലക്സ് റാം മുഹമ്മദുമാണ്.